ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സുൽത്താനി ദാൽ കറിയാണ് കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മളുടെ ഗീ റൈസിൻ്റെ കൂടെ, അതുപോലെ ചോറ്, ചപ്പാത്തി, നാൻ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത്. നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ്, ആ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാവും അല്ലേ. അപ്പോൾ ഈ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതൊരു അല്പം സ്മോക്കി സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു ദാൽ കറിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളുടെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ സുൽത്താനി ദാൽ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ സുൽത്താനി ദാൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് തൂർ ദാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന തുവരപ്പരിപ്പുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഇത് മാത്രം എടുത്താൽ മതി. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചെറുപരിപ്പുണ്ടല്ലോ, അതായത് മൂങ് ദാൽ, അതും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ ആ കഴുകിയെടുത്ത ദാൽ ഈ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ തുവരപ്പരിപ്പും ഉണ്ട്, അതുപോലെ ചെറുപരിപ്പുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് വെച്ചാൽ ഈ പരിപ്പ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുതിർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുക്കറിൽ ഒരു 5-6 വിസിൽ അടിക്കേണ്ടി വരും. അപ്പോൾ ഈ പരിപ്പിനോടൊപ്പം ഇനി നമുക്ക് ഒരു 4 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, 4 ഏലക്കായ ഇതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ നിൽക്കുന്ന അത്രയ്ക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മളെ പരിപ്പ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണം നമുക്ക്. അപ്പം ഞാനിനി അടുപ്പിൽ വെച്ചൊരു 5 വിസിലോളം അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു 6 വിസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ കുക്കറിൽ നിന്ന് വേറൊരു കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ പരിപ്പ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഞാൻ നമ്മൾ ഇട്ട് കൊടുത്ത ഏലക്കായ, ഗ്രാമ്പു, പട്ട ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അതും കൂടി വരുമ്പോൾ അത് നമുക്ക് കറി കഴിക്കുമ്പോഴേ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിപ്പോൾ അങ്ങനെ കെടുക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ കിടന്നോട്ടെ കേട്ടോ. ഇവിടെ അതിങ്ങനെ കടിക്കുമ്പോൾ ആർക്കും ഇഷ്ടമല്ല. അത് കാരണമാണ് ഞാനത് എടുത്ത് മാറ്റിയത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മാഷ് ചെയ്ത് കൊടുക്കുക ഈ പരിപ്പ്. എന്നിട്ട് ഇതോടൊപ്പം ഈ പരിപ്പിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ആ ദാലിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു ബൗൾ വെച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ബൗൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ചാർക്കോൾ നമ്മളൊന്ന് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലെയിം ഇതിൻ്റെ അകത്ത് നിന്നിട്ട് ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പാത്രമൊന്നും ഞാൻ ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കറിക്ക് ഇപ്പോൾ നല്ലൊരു സ്മോക്കി സ്മെല്ല് വന്നിട്ടുണ്ടാവും. അതാണ് ഈ കറി ഉണ്ടാക്കുമ്പോഴത്തെ ആ ഒരു സ്മെല്ലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ആ സ്മോക്കി സ്മെല്ലോട് കൂടിയിട്ടുള്ള ദാൽ കറി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഫ്രഷ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ഫ്രഷ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തീ ഒരു സ്ലോ ആയിട്ട് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഹൈ ആയിട്ട് വെക്കരുത്.
അതിന് ശേഷം ഞാൻ അര കപ്പ് തൈര് കൂടി, തൈര് നന്നായിട്ട് ഉടച്ചതാണ് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്, പുളി കുറവുള്ള തൈര് ഉപയോഗിക്കുക. പക്ഷേ ഈ പാലും തൈരും കൂടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് പിരിഞ്ഞു പോകുന്നു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈരും കൂടെ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നല്ലൊരു കുറുക്ക് പരുവത്തിലാണ് നമ്മളുടെ കറി ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇവിടെ നിന്ന് ബബിൾസ് വന്ന് തുടങ്ങി. ഞാനിപ്പം തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് വറവിടേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, നല്ല ജീരകം, അതിലേക്ക് അത് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 6 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി വലുതായിരുന്നു കേട്ടോ, അതാണ് ഞാൻ 6 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 വരെ എടുക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇവിടെ ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ഇവിടെ മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവോള, ഒരു ചെറിയ സവോള എടുത്ത് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്താൽ മതി കേട്ടോ. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് നെയ്യിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ. അപ്പോൾ അതാണ് ഞാൻ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും, അതുപോലെ തന്നെ നമ്മൾ ജീരകം ഇട്ട് പൊട്ടിച്ചതാണ്, പക്ഷേ എന്നാലും ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരല്പം, ഒരു നുള്ളു മതി കേട്ടോ മഞ്ഞൾപ്പൊടി. രണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ അതൊന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളൊക്കെ കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കറിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരല്പം ഫ്രഷ് ക്രീം, ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ സുൽത്താനി ദാൽ കറി ഉണ്ടാക്കാനായിട്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത്. ഗീ റൈസിൻ്റെ കൂടെ, അതുപോലെ ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ ദാൽ കറി എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റിയോട് കൂടി ഇങ്ങനെ ഒരു കറി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. Thanks for watching Su's Kitchen.